വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാലിഡേറ്റ് കപ്പിൾസ്. പറയുന്നില്ലേ? ചിരി ചിരി എന്ന് പറഞ്ഞിട്ടാ പറ. വാലിഡേറ്റ് കപ്പിൾസ്. ഇന്ന് നമ്മൾ നെബുവിൻ്റെ ആദ്യത്തെ ഹെയർ കട്ടാണെന്ന്. അങ്ങനെ നമ്മൾ പോവാൻ നമ്മൾ കൈ അടിക്കുന്നത്. അങ്ങനെ നമ്മൾ പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. നെബുവിൻ്റെ പൂച്ച 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 നെബുവിൻ്റെ ഡാഡ എത്തിയില്ല. നെബുവിൻ്റെ ഡാഡായും ഉമ്മച്ചിയും കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ നമ്മൾ ഒരുങ്ങി അവരെയും കാത്ത് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ എവിടെ പോണ്? മുടി വെട്ടാൻ പോണെന്ന് പറ. ഇതുപോലെ എല്ലാം വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ മിസ് ചെയ്യൂല. നെബുവിൻ്റെ ആദ്യത്തെ ഹെയർ കട്ടാണ്. ആ ഡാഡ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതൊന്നും അതുകൊണ്ട് നമ്മൾ മിസ് ചെയ്യൂല. നെബുവിന് ഇതെല്ലാം വലുതായിട്ട് കാണാനുള്ളതാണ് അല്ലേ? ആ പൂച്ച. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ബാക്കി അങ്ങോട്ട് ചെന്നിട്ട് ഓക്കേ ടാറ്റ പറ. ടാറ്റാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും നാച്ചി ആദ്യം പ്ലാൻ ചെയ്തത് ട്രിവാൻഡ്രത്ത് പോകാനായിരുന്നു. പിന്നെ അടുത്തൊക്കെ ലൊക്കേഷൻ നമ്മൾ നോക്കിയപ്പോൾ കിഡ്സിനായിട്ട് RP മാളിൽ ജാജീസിൽ കണ്ടു. എന്തായാലും അവൾ ഇരിക്കൂലെന്നറിയാം. കാര്യം അവൾക്ക് മുടിയിൽ തലയിൽ തൊടുന്നതേ ഇഷ്ടമല്ല. അവിടെ പിന്നെ കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് കണ്ടെങ്കിൽ ഇരിക്കുമല്ലോ എന്നും കരുതിയാണ് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ RP മാളിലെത്തി. അങ്ങനെ നമ്മള് RP മാളിനകത്ത് ജാജീസ് ജൂനിയർ ജൂനിയറിലോട്ട് വന്നു. ഇനി എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. കരയുമോ ഇല്ലയോ നോക്കണം. വണ്ടി കാറി ഇരിക്കുന്നോണ്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. ഇരുത്തി നോക്കാം. 4th ഫ്ലോറിലാണ് ഈ ജാജീസ് ജൂനിയർ. പിന്നെ അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബേബീസ് എന്തായാലും എല്ലാ വാവകളും ഈ മുടി വെട്ടുന്ന സമയമാകുമ്പോൾ അവർ കരയും. പക്ഷേ ഇവിടെ അവർ കുറച്ച് നേരമെങ്കിലും റിലാക്സ് ആവും. അത്രയ്ക്ക് നല്ല രസമുണ്ട്. കാർ സീറ്റും അവർക്ക് പറ്റിയ ഒരിടം തന്നെയാണിത്. അപ്പോൾ നെബു ആദ്യമൊക്കെ നല്ലപോലെ ഇരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സീനായി. അവരെ കണ്ടപ്പോഴേ ആളുടെ മൂഡ് മാറി. നമ്മൾ കാർട്ടൂണൊക്കെ ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അവരെ കാണും തോറും ആള് പിന്നെ ഭയങ്കര സീനായി. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ മാറി മാറി എടുത്ത് പിന്നെ പിടിച്ചൊക്കെ വെച്ചു കൊടുത്തു. അവരടുത്ത് വരുംതോറും അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഉറക്കിയിട്ട് വെട്ടാമെന്നായി. ലാസ്റ്റ് ഒരു സൈഡ് മാത്രം ആദ്യം ഒന്ന് വെട്ടാൻ പറ്റി. പിന്നെ അവൾ സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോയി അവളെ ഉറക്കി കഴിഞ്ഞൊക്കെ ശേഷമാണ് വീണ്ടും മുടി വെട്ടാനായിട്ട് വന്നത്. അങ്ങനെ ഒരു അംഗത്തിന് ശേഷം മുടി വെട്ടി ഗായ്സ്. നമ്മൾ പിന്നെ അവൾ ഒരുപാട് നേരം കരഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ അവളുടെ ഡാഡ
മുടി വെട്ടാൻ സമ്മതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ 3rd ഫ്ലോറിൽ വന്ന് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നെബൂനെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെയും നമ്മളിവിടെ വന്നത്. പക്ഷെ അവൾ അപ്പോഴത്തേക്കും അവർ വന്ന് തൊട്ടുടനെ അവൾ പിന്നെ എഴുന്നേറ്റു. പിന്നെ എന്തായാലും നമ്മൾ പിടിച്ചു വെച്ചു കൊടുത്ത് അവരത് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫുഡ് കോർട്ട് കയറി ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നാച്ചി പറ, എങ്ങനെയുണ്ട് നെബുവിന് മുടി വെട്ടി? എങ്ങനെയുണ്ട്? അത് 1:30 വന്നതാണ് ഗൈസ്. രശത്ത് തള്ളിപ്പോയി. നെബക്കൂട്ട ഉറങ്ങാതെ വെട്ടാൻ അവള് സമ്മതിച്ചില്ല. ഇപ്പൊ 5 മണിയല്ലേ? എത്ര മണിയായി? KFC പറഞ്ഞു ഗൈസ് ഇനി 25 മിനിറ്റ് ഇരിക്കും. അതുകൊണ്ട് നമ്മളൊരു ചായയും വാഴയ്ക്കപ്പവും പറയും. ഞാൻ വാഴയ്ക്കപ്പം തിന്നില്ല. ഇതെന്നെ നാശി ചിക്കൻ. ഞങ്ങള് പോകാനാണ് ആദ്യം അങ്ങനെ. പിന്നെ നമ്മള് ഇവിടെ 1:30 അപ്പോയിൻമെന്റ് എടുത്തു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 2 മണി തൊട്ട് 5 മണി. പക്ഷെ ഇവിടെ എത്തിയപ്പോ 2 മണിയായി. 2 മണിക്ക് കയറിയതാണ്. 5 മണിക്കാണ്. ഓഹോ, ഒരു വിധത്തിന് ലാസ്റ്റ് നെബുവിനെ ഉറക്കിയിട്ടും അവര് വന്ന് തൊട്ടത് നെബു എഴുന്നേറ്റ്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇറങ്ങി ഇല്ലടേ. നമ്മൾ കഴിച്ചു ചുണ്ടരിയായി. ഡോറ സ്റ്റൈൽ. ഡോറ സ്റ്റൈൽ. അപ്പൊ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ പോവാം. മുടി കിട്ടിയേ നോക്കട്ടെ. കാണിച്ചാൽ മുടി കിട്ടി നോക്കട്ടെ. ഹായ്, മുടി കിട്ടി. ചിരിക്കാൻ അങ്ങനെ നമ്മൾ മുടി വെട്ടിയിട്ട് ഇറങ്ങി ഗായ്സ്. അയ്യോ, ചിരി നെബു ഇങ്ങോട്ട് നല്ല ചിരി വെച്ചാ നല്ലോണം വെട്ടിയല്ലേ ചേച്ചി? പക്ഷെ ബേക്കൊക്കെ എത്തിക്കൂടെ ഇതാവാനുണ്ടല്ലേ? കുഴപ്പമില്ല, കറക്റ്റ് അവള് ഇരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറീസാണ്. ഇതിനി ഒരിക്കലും ഈ മൊമെൻ്റ് ഒന്നും നമുക്ക് ഫസ്റ്റ് നെബുവിനെ കൊണ്ടുപോയി മുടി വെട്ടുന്നതൊക്കെ ഇനി നമുക്ക് വലുതാവുമ്പോൾ അവളെ കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞങ്ങൾ എടുക്കുമെന്ന് ആദ്യമേ വിചാരിച്ചിരുന്നു. അതെന്തായാലും നടന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ.